ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. പന്തീരങ്കാവ് സ്വദേശിയായ 43-കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് നിന്ന് ചേതൻ സാജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ചേതൻ, പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം ആരോഗ്യവകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെ വേണം വിലയിരുത്താൻ. സംസ്ഥാനത്ത് നിലവിൽ 8 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശിനിക്കാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ ചികിത്സക്കെത്തിയപ്പോൾ ഈ യുവതി രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. നിലവിൽ രോഗി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ആഴ്ച മലപ്പുറം ചേളാരി സ്വദേശിയായ 11 വയസ്സുകാരനും അടുത്തിടെ രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. ഈ രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി വീട്ടിലെ കിണറിലെ വെള്ളവും അതുപോലെ തന്നെ സമീപത്തെ ജലാശയങ്ങളും ആരോഗ്യവകുപ്പ് പരിശോധന നടത്തുന്നതായിരിക്കും. ഈ ഓമശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ആരോഗ്യനില ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുകയാണ്. ഈ രോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മരണനിരക്ക് കൂടിയ രോഗമാണിത്. കഴിഞ്ഞ വർഷം 36 കേസുകളാണ് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത്. ഈ രോഗത്തെ പ്രതിരോധിക്കാൻ ജർമ്മനിയിൽ നിന്ന് മൾട്ടിഫോസിൽ എന്ന മരുന്ന് ആരോഗ്യവകുപ്പ് എത്തിച്ചിട്ടുണ്ട്. ഈ ശുചീകരിക്കാത്ത വെള്ളത്തിൽ നീന്തുകയോ മുങ്ങിക്കുളിക്കുകയോ ചെയ്യുമ്പോഴാണ് ഈ രോഗാണുക്കൾ കൂടുതലായും തലച്ചോറിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നത്. ഈ ജലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി ജലമാണ് ജീവൻ ക്യാമ്പയിന് നിലവിൽ സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് ഈ മാസം 30, 31 തീയതികളിൽ ഈ സംസ്ഥാനത്തെ മുഴുവൻ കിണറുകളിലും ക്ലോറിനേറ്റ് ചെയ്യാനും വീടുകളെയും സ്ഥാപനങ്ങളിലെയും വാട്ടർ ടാങ്കുകൾ വൃത്തിയാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആര്യ. ശരി, ചേതൻ സാജനാണ് വിവരങ്ങൾ നൽകിയത്.